ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് കാണണം. നമ്മൾ ഉപ്പുമാവാണ് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് കടുക് ഇട്ടെടുത്തിട്ട് ഓയിൽ ചൂടായപ്പോൾ കുറച്ച് വെള്ളുള്ളി കരിവേപ്പില ഇടാം. ഉള്ളിയൊക്കെ വാടി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാവ് നമ്മൾ ഇറക്കി കണക്കായി നെയ്ച്ചോറ് വെക്കുന്ന മതിരി അതിൻ്റെ ഇറച്ചി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് കറിയൊക്കെ ഉണ്ടപ്പോൾ അതിലേക്ക് തേങ്ങ ചെരിഞ്ഞാണ്. എന്താണ് കറി വെക്കണം, എന്തൊക്കെയാണ് തേങ്ങ ചെരിഞ്ഞത് നമ്മൾ ഉച്ചക്കിലേക്കുള്ള കറി വെക്കാൻ കേട്ടോ. അതിലേക്ക് രസം അപ്പം അതൊന്ന് ചൂടായി വെള്ളം. അപ്പം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ടെടുക്കുക. പച്ചമുളകും ഉണ്ട്, രണ്ടും കൂടി ഒന്ന് അതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് രസം വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് പാകത്തിന് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താ ഗോതമ്പറവ ഇട്ടെടുത്ത് അടച്ച് വെക്കാം. ഒരു വിസലടിച്ചിട്ട് അടച്ച് വെച്ചാൽ നല്ല അടിപൊളി ഉപ്പുമാവും. കുക്കർ കൂട്ടി കൊടുക്കാം. നിറക്കി കൊടുത്തിട്ട് കുക്കർ കൂട്ടാം. അടച്ചെടുക്കാം. വിസലടിച്ചിട്ട് തുറക്കാം. അങ്ങനെ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. കറിക്കിടും വേണ്ടി ഞാനിതാ എന്ത് കറിയിട്ടാണ് കുറച്ച് ഉള്ളിയിട്ട് പച്ചമുളക്, ചുവന്ന മുളകാട്ടോ, പച്ചമുളക് കാണാത്ത പച്ചമുളക് വറുത്തതാണ്, അതുകൊണ്ട് അത് കാണാം. തക്കാളി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി, സ്പൂണ് പോയാ മല്ലിപ്പൊടി ഇട്ട് മുളകുംപൊടി ഒരു സ്പൂണ്, 2.5 സ്പൂൺ ചേർത്തത്, സ്പൂണ് മുളകുംപൊടി ഇട്ട് നമുക്കതൊന്നും ഇങ്ങനെ പൊരിച്ചു കൊടുക്കാം. ഇതാ ഇതിൻ്റെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചാണ്. വെള്ളം ഒഴിച്ചെടുപ്പത്തേക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ എണ്ണ വെള്ളം മൂടി അടച്ചു. കറിയൊക്കെയുള്ള തേങ്ങ അരക്കാൻ അതിന് തേങ്ങ ഇട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകമാണിത്. പെരുംജീരകം ഇട്ട് നല്ലപോലെ അരിഞ്ഞ് വന്നിട്ട് കുറച്ച് ചുവന്ന ചെറിയുള്ളി ഇട്ടെടുക്കുക. ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ചുവന്നിട്ട് നമ്മൾ തൊലിച്ച് കഴുകി ഫ്രിഡ്ജിൽ വെക്കാണിതാ. നമ്മൾ അരച്ചെടുക്കുക. അങ്ങനെ നമ്മളെ ഇരുന്നെല്ലാം വെന്ത് നമുക്കിതിലേക്ക് വെച്ചെടുക്കാം. തേങ്ങ നമ്മൾ പൈപ്പില വെള്ളം തേങ്ങ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. പൈപ്പിലാണെന്ന് തന്നെ കേട്ടോ കുടിക്കാൻ. പിന്നെ തേങ്ങ എല്ലാം കലക്കി മിക്സി ഒന്നും കൂടെ ജാറ് കഴുകി വെച്ചെടുക്കാം. എല്ല് കറി എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറി പോലെ ഉണ്ടാകും. സൂപ്പർ. കറിയെല്ലാം ഇനി ഒന്ന് തുള്ളിയിട്ട് ഇറക്കി വെക്കാം.
നമുക്ക് ഉപ്പേരിക്കില്ല. ക്യാബേജ് അല്ല, ക്യാബേജ് പോലെ ഉണ്ട് ഇത്. കർമൂസയാണ്. കർമൂസ നമ്മൾ ചോപ്പറിൽ അടിച്ചതാണ് മുറിച്ചിട്ടിട്ട്. ഇത് വെച്ചാൽ ആർക്കും അറിയില്ല അത് കർമൂസയാണോ എന്നുള്ളത്. ക്യാബേജിൻ്റെ പോലെ തന്നെയാണ്. ഇതിൽ ഗ്ലാസ് തേങ്ങയിട്ട് നമ്മൾ 2 പച്ചമുളക് ഇട്ട് അതിൽ തന്നെ അടിച്ചെടുത്തതാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകിട്ടിട്ട് വേവിക്കും. അങ്ങനെ നമ്മളിതാ ഇനി നമ്മളെ കർമൂസ വെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കടുകിട്ട് കർമൂസ ഇട്ടെടുക്കാം. മഞ്ഞപ്പൊടി എന്താ അറിയില്ല, തീരെ മഞ്ഞക്കളർ കാണുന്നില്ല. ഇട്ടിട്ട് ചപ്പാടൊക്കെ കേൾക്കും. അങ്ങനെ അതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വെള്ളം ഒരു തുള്ളി ഒരു 2 സ്പൂൺ വെള്ളം എത്തിച്ച് കൊടുക്കും കേട്ടോ. വേവണ്ടേ, കർമൂസല്ലേ, കേബേജ് അല്ലേ. അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ പപ്പടം പൊരിച്ചിട്ടാണ് ആ പാത്രത്തിൽ തന്നെ. ഇനി വേറെ ചട്ടിയൊക്കെ ഉണ്ടായി വെച്ചിട്ട് അതിൽ തന്നെയാണ് പപ്പടം പൊരിച്ചത്. പാത്രത്തിൽ സ്പൂൺ അവിടെ പോയി അറിയാം. കഴുകിപ്പോൾ വെച്ചതാട്ടോ, അതുകൊണ്ടാണ് കഴുകാത്തത്. ഇതാ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കില്ല. പണിക്കാർ വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ഒരു സോളാറിൻ്റെ പണിക്കാർ വരാണ്ടിട്ടൊന്നും ഒരു പണി കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് തരും. അപ്പോൾക്കും ചോറും ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് മീനൊക്കെ കൊണ്ടുവന്നിട്ട് കറി വെക്കും. ചായക്കുള്ളതും എന്ത് കറി, മീൻ കറിയൊക്കെ കൊടുക്കും. മീൻ വന്നാൽ മീൻ കൊണ്ടുവരും. ഒക്കെ പാടത്തേക്ക് പോയിക്കണം. മീനൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞ്. ഇന്നലെ ചിക്കൻ ഞങ്ങൾക്ക് ചായ കൊടുത്ത്. ഇന്ന് ഇനി മീനാക്കാൻ വിചാരിച്ചു. ചോറിൻ്റെ ഇടയിൽ അടുപ്പത്ത് വേവുണ്ട് കേട്ടോ. അതിൽ വെള്ളം വെച്ചില്ല കേട്ടോ. അത് സാധാ ഞാൻ വെള്ളം ചിക്കനുണ്ട്. ഇന്നിപ്പോൾ മഴ ആയിട്ടില്ല. ഇത് തന്നെ വെള്ളം ഇറങ്ങി ഇങ്ങനെ വന്നു. ഒരു ദിവസം കരിയപ്പിൻ്റെ അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് അങ്ങനെ റെഡി കഴിഞ്ഞ് കുറച്ചൊന്ന് നല്ല വെച്ച് മൂടി വെച്ചാൽ ഇത് നമുക്ക് ഇനി ചോറിന് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.